പ്രൈസ് ലോർഡ്. ഒരാഴ്ചത്തെ ധ്യാനം കൂടാൻ വർഷങ്ങൾക്ക് മുൻപ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ മുരിങ്ങൂരിലെ സെൻറ്ററിൽ ഞാൻ എത്തി. അന്ന് ദൈവത്തിൻ്റെ വലിയ പദ്ധതി എനിക്കറിയില്ലായിരുന്നു. 24 വർഷം ഡിവൈനിലെ പ്രീച്ചറും കൗൺസിലറുമായി ഞാൻ ശുശ്രൂഷ ചെയ്യും എന്ന് നേരത്തെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. എൻ്റെ ഈ ശുശ്രൂഷയിലൂടെ ദൈവം അനേകരുടെ ജീവിതത്തെ ഉയർത്തി, തകർന്ന് ഛിന്നഭിന്നമായ കുടുംബങ്ങൾ എൻ്റെ ശുശ്രൂഷയിലൂടെ, കൗൺസിലിങ്ങിലൂടെ, വചനപ്രഘോഷണത്തിലൂടെ ഒന്നു ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നതും നല്ലൊരു കുടുംബജീവിതം ജീവിക്കുന്നതും കാണാൻ ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അനേകം കാര്യങ്ങൾ ദൈവം എൻ്റെ ശുശ്രൂഷയിലൂടെ നടത്തി. എന്നാൽ ഈ കഴിഞ്ഞ 2 വർഷത്തിന് മുൻപ് എൻ്റെ സഹോദരിക്കൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായതിനാൽ എനിക്ക് ഡിവൈനിൽ നിന്നും മാറേണ്ടി വന്നു. എന്നാൽ ഈ 2 വർഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിന്റെ ഇഷ്ടം എന്താണ്? ഈ കഴിഞ്ഞ ദിവസം ഡിവൈനിൽ നിന്നും എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു വ്യക്തി എന്നെ കാണാൻ ഇവിടെ വന്നു. ആ വ്യക്തി പറഞ്ഞു, സിസ്റ്റർ ട്രീസ, പരിശുദ്ധാത്മാവാണ് എന്നെ ഇപ്പോൾ ഇങ്ങോട്ട് നയിച്ചത്. കാരണം സിസ്റ്റർ ട്രീസ പ്രീച്ചിങ്ങും കൗൺസിലിങ്ങും നിർത്തരുത് എന്നാണ് ദൈവം പറയുന്നത്. ഈ വിവരം അറിയിക്കാനാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഒത്തിരി സന്തോഷം തോന്നി. എൻ്റെ നീണ്ട കാത്തിരിപ്പിന്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് 2 വർഷത്തിന് ശേഷം ഉത്തരം ലഭിച്ചു ദൈവത്തിൽ നിന്ന്. ദൈവത്തിന് കോടി നന്ദി ഞാൻ പറഞ്ഞു. ഈ ശുശ്രൂഷയിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തതിനെ ഓർത്തും ഞാൻ കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു. ഈ ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ഈ ചാനൽ 6 വർഷം മുൻപ് ഞാൻ ഡിവൈനിൽ ആയിരിക്കുമ്പോൾ തന്നെയാണ് ഇത് തുടങ്ങിയത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെയുണ്ടായിരുന്നു. ഈ 6 വർഷം നിങ്ങൾ എന്നോട് കൂടെയുണ്ടായിരുന്നു. ഇനിയും നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടാകും എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാനലിൽ ഇനി മുതൽ ഇടയ്ക്കിടയ്ക്ക് വചനപ്രഘോഷണം ഉണ്ടായിരിക്കും. ഇത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ ഇത് കാണുക, ഇത് അനേകർക്ക് ഷെയർ ചെയ്ത് ദൈവവചനം ലോകമെമ്പാടും എത്തിക്കുന്നതിനും ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളെ പ്രകീർത്തിക്കുന്നതിനും നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാകണം. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനം നിങ്ങൾക്ക് പുതിയ പ്രത്യാശയും പ്രതീക്ഷയും നൽകി, ജീവിക്കാനുള്ള ഉത്തേജനം നൽകി, പ്രോത്സാഹനം നൽകി. ഈ വചനം നമ്മെ ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തട്ടെ. ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനത്തിലൂടെ നിങ്ങളോട് ദൈവം തന്നെ നേരിട്ട് സംസാരിക്കും. അവിടുത്തെ വചനം ശക്തിയുള്ളതാണ്. അവിടുത്തെ വചനം സൗഖ്യമാക്കുന്നതാണ്. അതിനാൽ ഇന്ന് നാം കേൾക്കുന്ന ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടാൻ കർത്താവ് ഇടവരുത്തട്ടെ. ഇന്നത്തെ പ്രാർത്ഥനയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് കേൾക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ദൈവം കരുതിയിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടുന്ന അവസരമാണ് പ്രാർത്ഥന. അതിനാൽ ഓരോ സമയവും പ്രാർത്ഥനയ്ക്കുള്ള അവസരം, അത് ജീവിതത്തിൽ വലിയ ഉയർച്ചയിലേക്ക് നയിക്കുന്ന അവസരങ്ങളാണ്. പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അത് നിങ്ങളെ എത്തേണ്ടിയെടുത്ത് എത്തിക്കുന്നതിനുള്ള അവസരങ്ങളാണ്. അതിനാൽ ഓരോ പ്രാർത്ഥനയിലൂടെയും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ദൈവം ഏറ്റെടുത്തിരിക്കുന്നു. ദൈവം അത് തക്ക സമയത്ത് അത് നടത്തിച്ചു തരും. നിങ്ങളുടെ പ്രാർത്ഥന ഒന്നും തന്നെ വൃഥാവിലാവുകയില്ല.
അതിനാൽ പ്രാർത്ഥിച്ച് കാത്തിരിക്കാനുള്ള ശക്തിക്കു വേണ്ടി പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നാം തന്നെ വിശ്വസിക്കുന്നതിനു വേണ്ടി, കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവം ഇന്നെൻ്റെ കൂടെ പ്രവർത്തിക്കുന്നതിനും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിനും നമുക്ക് ആഗ്രഹത്തോടെ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65 അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അവരുടെ അധ്വാനം വൃഥാ ആവുകയില്ല, അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല. അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും, അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹീതരാകും. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാൻ അത് കേൾക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും, പാമ്പിൻ്റെ ആഹാരം പൊടിയായിരിക്കും. എൻ്റെ വിശുദ്ധഗിരിയിൽ ഒരിടത്തും അവ ഉപദ്രവമോ നാശമോ ചെയ്യുകയില്ല. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, ഇന്ന് ഈ പുതിയ പ്രഭാതത്തിൽ, ഈ പുതിയ ദിവസത്തിൽ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിളിക്കും മുൻപ് ഞങ്ങളെ കേൾക്കുന്ന നാഥ, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞങ്ങൾക്ക് ഉത്തരം നൽകുന്ന നാഥ, ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ അധ്വാനത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ അധ്വാനം ഒരിക്കലും വിഫലമാവുകയില്ല. അവരുടെ അധ്വാനത്തിന് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളതാണ് എന്ന് നിന്റെ തിരുവചനത്തിൽ കൂടി ഞങ്ങളെ അറിയിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക്, കർത്താവിൽ ശരണം വെച്ച് മുന്നോട്ടു പോകുന്നവർക്ക്, കർത്താവിൻ്റെ ഹിതമന്വേഷിച്ച് അറിഞ്ഞ് അത് ചെയ്തു തീർക്കുന്നവർക്ക്, എൻ്റെ കർത്താവെ, ജീവിതത്തിൽ ഒന്നിലും ഭയപ്പെടാനില്ല. ജീവിതത്തിൽ ക്ലേശമോ ദുഃഖമോ ദുരിതമോ ഉണ്ടായാലും അതെല്ലാം നമ്മുടെ നന്മയ്ക്കായി കർത്താവ് മാറ്റിത്തീർക്കും. കർത്താവിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്ത് മുന്നേറുന്നവർക്ക് ഒന്നും ഭയപ്പെടാനില്ല. ചുറ്റുവട്ടത്തുമുള്ള എല്ലാ പ്രതിസന്ധികൾ, എപ്പോഴൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഒരു പ്രതിസന്ധിയും നമ്മെ തകർക്കുകയില്ല, തളർത്തുകയില്ല. കർത്താവേ, ഇന്നത്തെ ദിവസം എൻ്റെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അവരുടെ കുടുംബം തന്നെ അനുഗ്രഹിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. അവരുടെ മക്കൾ അനുഗ്രഹീതരാകും. യാതൊരു അത്യാഹിതങ്ങളോ ആപത്തുകളോ കർത്താവേ, ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ പൂർണ്ണമായും നിന്നിൽ ആശ്രയിക്കുന്നു, നിന്നിൽ മാത്രം ആശ്രയിക്കുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് സംശയമുണ്ടാകുമ്പോൾ, ഞങ്ങൾക്ക് പിഴവ് പറ്റുമ്പോൾ, ഞങ്ങൾ പ്രലോഭനങ്ങൾ നേരിടുമ്പോൾ, ഞങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഞങ്ങൾ മറ്റാരുടെയും അടുത്ത് ഓടി നടന്ന് ഞങ്ങളുടെ സമയമോ പണമോ നഷ്ടപ്പെടുത്താതെ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിലൂടെ കടന്നു വന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പ്രാർത്ഥിക്കാനും ദൈവഹിതമന്വേഷിച്ച് കണ്ടെത്തി ദൈവത്തിന് ചേർന്ന വിധം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിനും അധ്വാനിക്കുന്നതിനും കർത്താവേ, ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് ശക്തി സംഭരിച്ച് ഞങ്ങൾ അധ്വാനിക്കുമ്പോൾ അതൊരിക്കലും വിഫലമാവുകയില്ല. ഞങ്ങളുടെ അധ്വാന ഫലം ഞങ്ങളും ഞങ്ങളുടെ മക്കളും തലമുറകളും അനുഭവിക്കുന്നതിന് ദൈവമേ, നീ ഇടയാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അതിനാൽ ദൈവമായ കർത്താവേ, ഞങ്ങളും ഞങ്ങളുടെ മക്കളും കുടുംബാംഗങ്ങളും സന്തതി പരമ്പരകൾ അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി ഞങ്ങൾ നിന്റെ ഹിതം അന്വേഷിച്ച് അത് പ്രവർത്തിക്കും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഹിതം അന്വേഷിച്ച് അത് പൂർത്തീകരിക്കുവാൻ ഇന്നുമെന്നും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ.
കർത്താവേ, നിന്റെ സമാധാനം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അനർത്ഥങ്ങളും അത്യാഹിതങ്ങളും മാറ്റി ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്കും ജീവിത പങ്കാളിക്കും പൂർണ്ണ സുരക്ഷിതത്വം നൽകി കൂടുതൽ അധ്വാനിക്കാൻ, കൂടുതൽ നല്ലത് ചെയ്യാൻ, ചിന്തിക്കാൻ, സംസാരിക്കാൻ, പ്രവർത്തിക്കാൻ കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ. അന്തരീക്ഷത്തിൻ്റെ എല്ലാ വ്യതിയാനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അമിതമായ ചൂടിൽ നിന്നും, ഉഷ്ണത്തിൽ നിന്നും, ഉഷ്ണക്കാറ്റിൽ നിന്നും, അത്യാഹിതങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദൈവമേ അബദ്ധങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദുരഭിമാനം വെടിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ പ്രവർത്തിക്കുന്നതിന്, താഴ്മയോടെ ഞങ്ങൾ കാണപ്പെടുന്നതിന് ഇന്ന് താഴ്മയുടെയും വിനയത്തിൻ്റെയും പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. കൂടുതൽ അധ്വാനിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ തരണമേ. കർത്താവേ, ഞങ്ങളുടെ കഴിവുകളെ അത് നിന്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കാനുള്ള കൃപ തരണമേ. ഇന്നത്തെ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ചടങ്ങുകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങൾ കണ്ടുമുട്ടുന്നവരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഇടപാടുകളിൽ അങ്ങ് സന്നിഹിതനായി ഞങ്ങൾക്കൊരു നഷ്ടമോ ഒരു പരാജയവും വരാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. എല്ലാ പ്രവർത്തനങ്ങളിലും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് തരണമേ. ശരിയായി ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ പ്രവർത്തന മേഖലയെ അനുഗ്രഹിക്കണമേ. വരുമാന മേഖലയെ അനുഗ്രഹിക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ കരകയറ്റണമേ. കർത്താവേ, സമ്പത്തിന്മേൽ നിന്റെ കരം വെച്ച് ഞങ്ങളുടെ വരുമാന മാർഗത്തെ നീ അനുഗ്രഹിച്ചുയർത്തണമേ. സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥനയിലൂടെ നീ അനവധി നന്മകളെ നീ ദാനമായി നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സൗഖ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ നീ കേൾക്കും. ഞങ്ങൾ പ്രാർത്ഥിച്ചു തീരുന്നതിന് മുൻപേ ഞങ്ങൾക്ക് ഉത്തരമരുളും എന്നരുളി ചെയ്ത നാഥ, ഇന്ന് എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായി ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളിൽ നീ താങ്ങും തണലുമായി നിന്ന് ഇന്നെല്ലാം കൊണ്ടും വിജയവും അനുഗ്രഹപ്രദമായ ദിവസവുമാക്കി മാറ്റണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഓരോ നിമിഷവും പ്രാർത്ഥിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നമ്മുടെ അധ്വാന ഫലം നഷ്ടമാകാതെ നമ്മെ കാത്തു സംരക്ഷിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രയത്നങ്ങളിലും കർത്താവിൻ്റെ ഇടപെടലുണ്ടായി വിജയവും അനുഗ്രഹവും നൽകട്ടെ.
ഇന്നത്തെ നമ്മുടെ യാത്രകളെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഇടപാടുകളെ അവിടുന്ന് വിജയിപ്പിക്കട്ടെ. ഇന്ന് നമുക്കും നമ്മുടെ മക്കൾക്കും ജീവിത പങ്കാളിക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും പ്രത്യേക സംരക്ഷണം നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഈ പ്രാർത്ഥന കേൾക്കുകയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചതിനും കർത്താവിന് ഒത്തിരി നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. വീണ്ടും അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഈ പ്രാർത്ഥന നിങ്ങൾ പലർക്കും ഇത് അയച്ചു കൊടുക്കുക. ഈ പ്രാർത്ഥന ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാവരിലേക്കും ഇത് അയച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.